ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ സാരി എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ കല്യാണത്തിന് ഒരു 27 വർഷം മുന്നേ അമ്മ കൊടുത്തൊരു സാരിയാണ്. നല്ല ഭംഗിയാണ് ഈ സാരി കാണാൻ, ഇതിൻ്റെ കളറ്. അപ്പം ഞാനിത് വെച്ചിട്ട് ഒരു പ്രത്യേക ഡ്രേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ പല്ലുമൊക്കെ പിൻ ചെയ്ത് വെച്ചത്. പക്ഷേ ആ ഡ്രേപ്പ് ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ചെയ്യാൻ 9 മീറ്റർ നീളമുള്ള സാരി വേണം. അപ്പം ഞാൻ പ്ലാൻ മാറ്റി ഛത്തീസ്ഗഡ് സെൻട്രൽ ഡ്രേപ്പിൻ്റെ ഒരു 3rd വേരിയേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാദ്യം നമ്മൾ സാരി നമ്മുടെ അരയ്ക്ക് പുറകെ ചുറ്റിയെടുത്തിട്ട് സെൻറ്ററിലായിട്ടൊരു നോട്ട് ഇടണം. എന്നിട്ട് നമ്മൾ താഴത്തെ പല്ലു എടുക്കുക. അപ്പോൾ പല്ലു എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ഡ്രേപ്പും ചെയ്യാൻ 9 മീറ്റർ സാരി വേണം. പക്ഷേ നമ്മൾ ഒരുങ്ങിയൊക്കെ വന്ന് സാരിയൊക്കെ എടുത്ത് നിന്നതല്ലേ, അപ്പം നമ്മൾ തോറ്റു കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഡ്രേപ്പിനെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ചെറിയൊരു വേരിയേഷൻ കൊണ്ടുവന്നിട്ടാണ് ഇന്നത്തെ ഈ ഡ്രേപ്പിംഗ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ, പക്ഷേ നല്ലൊരു ഡ്രേപ്പിംഗ് സ്റ്റൈലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ താഴത്തെ പല്ലു പ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇടത്തെ സൈഡിലാണ് ടക്കിൻ ചെയ്യുന്നത്. അമ്മ ഇതുവഴി പോയപ്പോൾ ഒളിഞ്ഞു നോക്കിയത് ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം പ്ലീറ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ടക്കിൻ ചെയ്തതിന് ശേഷം ബാക്കി ഫുൾ സാരി നമ്മുടെ കാലിനിടയിൽ കൂടി എടുത്തിട്ട് അതിൻ്റെ ഒരറ്റം നമ്മുടെ ബാക്കിൽ ഇതേപോലെ ടക്കിൻ ചെയ്യുക. എന്നിട്ട് ബാക്കി നമ്മുടെ പല്ലു പോർഷനാണ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കഷ്ടപ്പെട്ട് ചെയ്ത് വെച്ച പ്ലീറ്റ് ചെയ്ത് വെച്ച പല്ലുമൊക്കെ ഞാൻ അഴിക്കുകയാണ്. ഞാനിത് ഒത്തിരി നേരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഡ്രേപ്പിംഗ്, അതായത് പല്ലു ഡ്രേപ്പ് ചെയ്ത് വെച്ചത്. പക്ഷേ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് എനിവേ, മുന്നോട്ട് വെച്ച കാൽ നമ്മൾ പിന്നോട്ട് എടുക്കില്ല. അപ്പം കഷ്ടപ്പെട്ട് വെച്ച പല്ലു പ്ലീറ്റിംഗ് ഒക്കെ തുറന്നിട്ട് ഞാനൊരു സിംഗിൾ പ്ലീറ്റിംഗ് ആണ് ഇടുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഛത്തീസ്ഗഡ് സെൻട്രൽ ഡ്രേപ്പിൻ്റെ വേരിയേഷൻ അല്ല. ഇപ്പം ഈ കാണിക്കുന്ന പോലെ ചെയ്തിട്ട് തലയിൽ കൂടി ഇടുമ്പോഴാണ് ആ ഡ്രേപ്പ് വരുന്നത്. അപ്പം നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാരിക്ക് നീളമില്ലാത്തത് കൊണ്ട് ഓപ്പൺ പല്ലുമായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടി. ഞാൻ ചെയ്ത് വന്നപ്പം ഇച്ചിരി ഡിസപ്പോയിൻറ്റഡ് ആയെങ്കിലും ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ ഇടുന്നില്ല. ഒരു ഡീറ്റോർ, നമ്മൾ ഇത്രയും കാലം സാരി ഡ്രേപ്പ് ചെയ്ത് വെച്ച എക്സ്പീരിയൻസിൽ നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്തപ്പം ഒരു ഡീറ്റോർ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഫുൾ ലുക്ക് നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണാൻ. ബാക്ക് സൈഡിലാണെങ്കിലും നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു. പിന്നെ ഈ സാരിയുടെ കളറും വളരെ നല്ലൊരു കളറാണ്. 4 മണിപ്പൂവിൻ്റെ കളറില്ലേ, അതാണ് ഈ സാരിയുടെ കളർ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഡ്രേപ്പിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ പേജിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിങ്ങും പുതിയൊരു സാരിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.